ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ബനാന ഫ്രൈ പഴംപൊരിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പഴം എടുക്കണം കേട്ടോ, ഒത്തിരി അങ്ങ് പഴുത്ത് പോയതല്ല. ഓക്കെ, ഒത്തിരി പച്ചയല്ലാത്ത ഇതുണ്ടോ, ഇങ്ങനെ ഇതുപോലത്തെ പഴം എടുക്കുക. പിന്നെ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പ്. ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യുമിൻ സീഡ്, അത് 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്. പിന്നെ ഇതാണെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് കാർഡമം പൗഡർ. ഓക്കെ, കാർഡമം ഷുഗറോടെ മിക്സ് ചെയ്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, 1 പിഞ്ച് സാൾട്ട്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 2-3 പിഞ്ച് ടർമറിക് പൗഡർ. ഈ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ കുറച്ച് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിത് ഇതിനകത്തോട്ട് ഈ പൊടികൾ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സെമി തിക്കായിട്ടുള്ള, ഓക്കെ, ഒത്തിരി കട്ടിയല്ല ഒത്തിരി ലൂസും അല്ല, ഇൻ ബിറ്റ്വീനായിട്ടൊരു ബാറ്റർ നമുക്ക് ഉണ്ടാക്കി വെക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നമുക്ക് ഈ ബാറ്റർ ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യമേ ഇതില്ലേ റൈസ് ഫ്ലവർ എടുത്ത് വെച്ചേക്കുന്ന ഇട്ടു, അരിപ്പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു സെമി തിക്കായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കി വെക്കാം. വെള്ളം ഒഴിച്ച് ഇപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, അതിങ്ങനെ തിക്കായിട്ടുള്ള, ഓക്കെ, ഒത്തിരി ലൂസാവില്ല. അങ്ങനത്തെ ഉണ്ടാക്കി വെച്ച് ഞാൻ കുറച്ചുകൂടി മധുരം ഇടാൻ പോവാം. എനിക്കിതിന് ഇത്തിരി മധുരം വേണം. അത് ഞാൻ 4-5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടർമറിക് പൗഡർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഇട്ടു. ഇങ്ങനത്തെ ഒരു ബാറ്റർ ഉണ്ട്, ചെറിയ യെല്ലോ കളർ ഉണ്ട് അതിനുണ്ട്. ഞാൻ പറഞ്ഞ ടർമറിക് പൗഡറും ഷുഗറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. ഓക്കെ, ചെറിയൊരു യെല്ലോയിഷ് കളറുണ്ട് ഇതിന്. പിന്നെ ഷുഗർ ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബനാന കട്ട് ചെയ്തിട്ട് വരട്ടെ. ഞാൻ ഇത് ഇങ്ങനെ ഓഫാക്കിയിട്ട് പിന്നെ ഇതിൻ്റെ മിഡിലിൽ കൂടി ഇങ്ങനെ ഇത്രയും ലെങ്ത് മതി. ഓക്കെ, ഞാൻ ചെറിയ ബനാന ഫ്രൈ ഉണ്ടാക്കുന്നത്, ചെറിയ പഴംപൊരി. ചിലർ ഇത് ഫുള്ളായിട്ട് ഒരു ബനാന ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടും. ചിലപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് ബനാന 2ആയിട്ട് കട്ട് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ബനാനയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അത്ര നീളം മതി. ഇത് 1/2 മുറിച്ചിട്ട് ഞാൻ ബനാന ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച്. ഓക്കെ, പിന്നെ ഇപ്പം നമുക്ക് ഈ ബാറ്ററിലോട്ട് എടുത്ത് ഇടാം. ഓക്കെ, ഇത് അരിഞ്ഞ് വെച്ച ബനാന എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ബനാനയും ആ ബാറ്ററൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു 10 to 20 മിനിറ്റ്സ് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. ഓക്കെ, നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10-15 മിനിറ്റായി. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവാം. പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഞാനിപ്പം ഇതിനകത്തോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഓക്കെ, തിരിച്ചിടാം. സൈഡ് നന്നായിട്ടായിരുന്നത് നമുക്ക് ഒറ്റ സൈഡിൽ തിരിച്ചിടാം. ഇതിലാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ഞാനിനി എടുക്കാൻ പോവാം. ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബനാന ഫ്രൈ റെഡിയായി. ഞാൻ ബാക്കിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടു. ഓക്കെ, അപ്പം ഇങ്ങനെ
ബാറ്ററിന് കുറച്ച് ബാറ്ററും ഇങ്ങനെ നമ്മൾ മുക്കിയിട്ടേക്കാണല്ലോ ഓൾറെഡി ഇങ്ങനെ അതിനകത്ത് കിടക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഹോട്ടായിട്ടുള്ള ഓയിലിട്ട് കൊടുക്കുക. ഓക്കെ, മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, കരിഞ്ഞു പോകാതെ നോക്കുക. ഒരു സൈഡായിട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് ഇതായിട്ടില്ല, ഒരു സൈഡായിട്ട് നോക്കുന്നത്. അത് യൂഷ്വലി ഒരു ഫോർക്കായി വെച്ചിട്ട് ലേശം നമുക്ക് തിരിച്ചിടാൻ പറ്റും. മറ്റേ സൈഡായിട്ട് നമുക്ക് ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം കുറച്ച് വെക്കുക. ഓക്കെ, ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിനി കരിഞ്ഞ ബൗളിലോട്ട് എടുത്ത് മാറ്റാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിനെ അതൊന്ന് ഈ സെറ്റിന് ബൗളിലോട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബനാന ഫ്രൈ, ഈ ടീ ടൈമിനൊക്കെ പറ്റി നല്ലൊരു അടിപൊളി സ്നാക്ക്, എളുപ്പത്തിലുണ്ടാക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ബനാന ഫ്രൈ റെഡി ആയിട്ടിരിക്കുന്നു. ഒത്തിരി പഴുക്കാത്ത ബനാനയല്ല, ഒത്തിരി പഴുത്ത ബനാന, ഇൻ ബിറ്റ്വീനായിട്ട് ഉള്ള ബനാനയാണ്. അപ്പം നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട്, നമ്മൾ ഈ റൈസ് ഫ്ലോറും പിന്നെ എന്താ പറയുക ജീരകമൊക്കെ ഇടുന്നതുകൊണ്ട്, ഈ റൈസ് ഫ്ലോർ ഇതിനകത്ത് ഇടുന്നതുകൊണ്ട് ഒരു ക്രിസ്പി ആയിട്ടുണ്ടാവും. ക്രിസ്പി ആയിട്ടുള്ള ബനാന ഫ്രൈ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ജീരകം ഇടുന്നതുകൊണ്ട് നല്ലൊരു മണമാണ്. ഓക്കെ, ഈ ബനാന ഫ്രൈക്ക്. അപ്പം നിങ്ങൾ ഇതുപോലൊരു ബനാന ഫ്രൈ ട്രൈ ചെയ്ത് നോക്കുക. ടീ ടൈമിനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാണ് അല്ലേ. ഇതുപോലെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജീരകം കുറച്ച് കാർഡമം പൗഡർ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല അടിപൊളി ബനാന ഫ്രൈ, ക്രിസ്പി. അതുപോലെ അരിപ്പൊടി ഇടുന്നതുകൊണ്ട് ക്രിസ്പി ആയിട്ടുള്ള ബനാന ഫ്രൈ. പിന്നെ ടർമറിക് പൗഡർ ഇടുമ്പോൾ നല്ല യെല്ലോ കളറൊക്കെ വരും അല്ലേ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ബനാന ഫ്രൈ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, ഒരെണ്ണെടുത്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഒത്തിരി പഴുത്ത് പോയ ബനാന എടുക്കുന്നുണ്ട്. ഇങ്ങനെ നോക്ക്, അതിൻ്റെ ഇൻസൈഡൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും അല്ലേ. അങ്ങനെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ സെയിം റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഉണ്ടോ ക്രിസ്പി ടേസ്റ്റി ബനാന ഫ്രൈ. ഇപ്പം ടീ ടൈമിനൊക്കെ സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എണ്ണമാണ്. ഓക്കെ, അപ്പം ട്രൈ ചെയ്ത് നോക്കുക. യമ്മി ബനാന ഫ്രൈ. അപ്പം ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.